തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അറപ്പുര വിളാകം റെസിഡൻഷ്യൽ അസോസിയേഷന് സമീപത്തെ CCTV ദൃശ്യങ്ങളാണ് സൈബർ ടീം ഇപ്പോൾ പരിശോധിക്കുന്നത്. കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. കുട്ടിയെ ഉപേക്ഷിക്കാനെത്തിയത് ചാക്ക ഭാഗത്തു നിന്നാണെന്ന് സംശയമുണ്ട്. കുട്ടിയുടെ വൈദ്യപരിശോധനയിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കും. ഹരിമോഹൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ? നിഷാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുകയുണ്ടായി. സിറ്റി DCPയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ പരിശോധന നടത്തുകയുണ്ടായി. ഇതുകൂടാതെ ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ, ഒപ്പം ഫോറൻസിക് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പരിശോധന നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് രാവിലെ മുതൽ കാര്യങ്ങൾ എത്തി. പക്ഷെ അപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കുട്ടിയെ ഇവിടെ കൊണ്ടിരുത്തിയതാണോ എന്നുള്ള ചോദ്യത്തിന് സിറ്റി DCPയുടെ മറുപടി ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ കുട്ടി അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെ വന്നിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയെ ആരെങ്കിലും കൊണ്ടിരുത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം നടത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പോലീസ് തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ബ്രഹ്മോസ് പരിസരമാണ്. ബ്രഹ്മോസിന്റെ പിറകിലാണ് കുട്ടി ഉപേക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുമ്പിലാണ് ആകെയുള്ള ഒരു CCTV, ബ്രഹ്മോസിന്റെ ആകെയുള്ള ഒരു CCTV ഇതിന്റെ മുൻപിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപേക്ഷിക്കുന്ന ഭാഗത്ത് ഒരു CCTVയും ഇല്ലായിരുന്നു. അതാണ് മറ്റ് സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലേക്ക് പോലീസ് പോയത്. നിലവിൽ അറപ്പുര വിളാകം മുതൽ ചാക്ക ഐറ്റെ വരെയുള്ള 6-7 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടങ്ങളിൽ ആദ്യം കണ്ടൊരു ദൃശ്യം എന്ന് പറയുന്നത് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷം ഒരു സ്ത്രീ കുട്ടിയുമായി നടന്നു പോകുന്നതായി കണ്ടിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിരുന്നില്ല. ഇന്ന് രാവിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഈ അറപ്പുര വിളാകം റെസിഡൻസ് അസോസിയേഷൻ ഭാഗത്ത് നിന്ന് വീടുകളിൽ നിന്ന് പോലീസ് എടുക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെ പരിശോധിച്ചു. പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു, ഈ സ്ത്രീക്ക് ഈ തട്ടിക്കൊണ്ടുപോകലുമായോ ഈ കേസുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചു. ബാക്കിയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ സൈബർ സംഘം പരിശോധിച്ചു വരികയാണ്. ഈ പരിശോധന പൂർത്തിയായാൽ മാത്രമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളത് കുട്ടിയിൽ നിന്ന് ലഭിക്കേണ്ടത് വിവരങ്ങളാണ്. അതായത് കുട്ടിയിൽ നിന്ന് ലഭിക്കേണ്ടത് വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇന്നലെ കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടിക്ക് അങ്ങനെ ആരെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുമോ? 2 വയസ്സേ ഉള്ളൂ കുട്ടിക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടി പറയുന്ന വേഗമായിട്ടുള്ള മറുപടികൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പോലീസ് കരുതുന്നു. അത് കൗൺസിലിംഗ് നൽകിയതിനു ശേഷം മാത്രമായിരിക്കും മൊഴിയെടുക്കൽ നടപടികളിലേക്ക് പോവുക. അങ്ങനെ ഉണ്ടായാൽ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രൂപസാദൃശ്യമൊക്കെ പറയാൻ സാധിച്ചാൽ ഒരു രേഖാചിത്രം വരയ്ക്കാനുള്ള സാധ്യത പോലും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇന്നലെ ഇത്തരത്തിലൊരു ശ്രമം നടന്നിരുന്നു അതായത് ഈ കുട്ടിയുടെ ജ്യേഷ്ഠന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ ആ രേഖാചിത്രം വരയ്ക്കൽ പാളിപ്പോയിരുന്നു, അത് നടന്നില്ല. ഇനിയിപ്പോൾ കുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ കൂടുതൽ രേഖാചിത്രം വരയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും നിലവിൽ കുട്ടി ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. കുട്ടിക്ക് ഭയം പിടിപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാനസികാഘാത പരിശോധന നടത്തേണ്ടതുണ്ട് കുട്ടിക്ക്. ശിശുക്ഷേമ സമിതിയുടെ ഉദ്യോഗസ്ഥരും ഒപ്പം കുട്ടിയുടെ മാതാപിതാക്കളും എല്ലാവരും തന്നെ ആശുപത്രിയിലുണ്ട്. രാവിലെ പേവാർഡിലേക്ക് കുട്ടിയെ മാറ്റിയിരുന്നു. കാരണം ശാരീരികമായി കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, ദേഹോപദ്രവം ഏറ്റിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുട്ടിക്ക് മാനസികമായി എല്ലാവിധ പിന്തുണയും നൽകുക, മാനസികമായിട്ടുള്ള സമ്മർദ്ദം, ഭയം ഒക്കെ തന്നെ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിടുതൽ നേടുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കുട്ടിയെ ഒരു കളിച്ചും ചിരിച്ചും കാണുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുശേഷം മൊഴി രേഖപ്പെടുത്തും. മജിസ്ട്രേറ്റിന് മുമ്പിലായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. അതിന് ശിശുക്ഷേമ സമിതിയുടെ ഹരിമോഹൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.